താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് എന്ന് പി കെ ഫിറോസ് എംഎൽഎയുടെ വാദം പൊളിയുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ശുചിത്വ മിഷനും പരിശോധന നടത്തണമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അവഗണിച്ചു. സ്ഥലത്ത് പരിശോധന നടത്തി ആഗസ്റ്റ് 1-നും 2-നും പഞ്ചായത്ത് സെക്രട്ടറി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു. പരിശോധന നടത്താതെ തിടുക്കപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് ഹൈക്കോടതിയിൽ നിന്ന് കമ്പനിക്ക് അനുകൂല ഉത്തരവ് നേടാൻ സഹായകരമായത് എന്ന് വ്യക്തമായി. എ കെ അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. എ കെ അഭിലാഷ്, 1ഉം 2ഉമല്ല 7 വർഷത്തോളം അവിടെയുള്ള നാട്ടുകാർ നടത്തിയ വലിയ സമരമാണ്. ഒരൊറ്റ ദിവസം മാത്രമാണ് ഫ്രഷ് കട്ട് പൂട്ടിയിടാൻ കഴിഞ്ഞത്. പിറ്റേന്ന് സ്റ്റേ. എന്താണ് അതിന് കാരണമായത്? തീർച്ചയായിട്ടും വേണ്ടത്ര ജാഗ്രത പുലർത്താതെയാണ് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. 1-ാം തീയതിയും അതോടൊപ്പം തന്നെ 2-ാം തീയതിയും വലിയ തരത്തിൽ മഴ പെയ്യുകയും ചെറുതുള്ളിപ്പുഴയിൽ നിന്ന് ഈ പ്ലാന്റിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. 1-ാം തീയതി വൈകിട്ടോടുകൂടി തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ അന്ന് വെള്ളം കയറിയ സാഹചര്യത്തിൽ അകത്ത് കയറി പരിശോധന നടത്തിയിട്ടില്ല. 2-ാം തീയതി വീണ്ടും പരിശോധന നടത്തി. അപ്പോൾ അവിടെ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വെള്ളത്തിൽ പാൽ നിറത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന നടത്തണമെന്നാണ് സെക്രട്ടറി ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയത്. അതായത് ശുചിത്വ മിഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകി. പക്ഷേ ഈ റിപ്പോർട്ട് പാടെ അവഗണിച്ചുകൊണ്ടാണ് അന്ന് പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ഇറക്കിയത്. ഇത് ആയുധമാക്കി കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഉത്തരവ് നേടുകയും ചെയ്തു. പക്ഷേ പി കെ ഫിറോസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കമ്പനിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് തിരിച്ചടിക്ക് കാരണമായത് എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലെ വീഴ്ചകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. അവർ നൽകിയ റിപ്പോർട്ട് പാടെ അവഗണിച്ചതാണ് ഇത്തരത്തിലൊരു തിരിച്ചടിക്ക് കാരണമായത് എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരികയും ചെയ്തത്. ഏതായാലും ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി എന്ത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനെ അനുസരിച്ചായിരിക്കും ഫ്രഷ് കട്ട് കമ്പനിയുടെ ഭാവി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഫ്രഷ് കട്ട് കമ്പനി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഫ്രഷ് കട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. യെസ്, എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.